നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കരൂരുണ്ടായ ദാരുണമായ ദുരന്തത്തിൽ മരണമടഞ്ഞ പ്രിയ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേദനയോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നടൻ വിജയ് പങ്കെടുത്ത പരിപാടി സങ്കടക്കടലായി മാറുകയും അവിടെ നിന്നുള്ള കണ്ണീർ കാഴ്ചകൾ ഹൃദയഭേദകവുമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 40 പേരുടെ ജീവനുകൾ അപഹരിച്ച കരളലിയിക്കുന്ന ഭീതിജനകമായ ആ സംഭവത്തിൽ തമിഴ്നാട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഉന്തിലും തള്ളിലും പരിക്കേറ്റവരും വീണുകിടക്കുമ്പോൾ ചവിട്ടേറ്റവരും ഓടുമ്പോൾ ഓടയിൽ വീണവരുമടക്കം നൂറുകണക്കിന് ആൾക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഇനി കാണാതെ പോയവർ വേറെയും. 2026 തമിഴ്നാട് ഭരണം പിടിച്ചെടുക്കാൻ പഞ്ച് ഡയലോഗുമായി എത്തിയ വിജയ്ക്ക് സംഭവിച്ചത് ഒരൊറ്റ രാത്രി കൊണ്ട് കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. തമിഴ്നാട്ടിലെ താരാരാധന നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഏതാണ്ട് 15 വർഷക്കാലത്തോളം തമിഴ്നാട്ടിൽ ജീവിച്ച എനിക്ക് അവരുടെ താരാരാധന നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവം നടന്ന കരൂരുള്ള കൃഷ്ണ തിയേറ്ററിൽ വർഷം 16 എന്ന ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് ഞാനും ബാബു ഷഹീറും ഏതാനും നാളുകൾ അവിടെ താമസിച്ചിട്ടുണ്ട്. വളരെ സ്നേഹസമ്പന്നരായ ആൾക്കാരുള്ള ഒരു പ്രദേശമാണത്. താരങ്ങളോട് മാത്രമല്ല, സിനിമയുടെ പ്രിന്റുമായി ചെന്ന ഞങ്ങളോട് പോലും വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് അവർ പെരുമാറിയിരുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തരികയും അന്നത്തെ കാലത്ത് ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അവർക്ക് സിനിമാ പ്രവർത്തകരോടുള്ള ആ ഇഷ്ടത്തിനും സ്നേഹത്തിനും ഇന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ താരാരാധനയെ കുറിച്ച് നസീർ സാർ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ താരങ്ങളോട് ആരാധന പുലർത്തുന്നവർ അമേരിക്കയിലാണുള്ളത്. അവിടെ ഏതെങ്കിലും ഒരു താരം ഷോപ്പിങ്ങിനായി വന്നെന്നറിഞ്ഞാൽ ആ ഭാഗത്ത് ട്രാഫിക് ബ്ലോക്കുകളും ആക്സിഡന്റുകളും പതിവാണ്. അതിനേക്കാളൊക്കെ എത്രയോ മേലെയാണ് തമിഴ്നാട്ടിലെ അവസ്ഥ. ഇഷ്ടതാരത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കുന്നത് ലോകത്ത് തമിഴ്നാട്ടിൽ മാത്രമാണ്. തന്റെ ഇഷ്ടനായകന് ഒരു അസുഖം വന്നെന്ന് അറിഞ്ഞാൽ പോലും അവർക്ക് സഹിക്കില്ല. അവർ ഉടൻ തന്നെ തലവഴി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മാഹൂതി ചെയ്യും. അങ്ങനെ എത്ര പേർ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് സാർ ചോദിച്ചു. 80 കാലഘട്ടത്തിൽ ഞാൻ മദ്രാസിലെത്തിയപ്പോൾ എന്നോട് പലരും പറഞ്ഞിരുന്നു, ഇവിടെ MGRനെ കുറ്റം പറയാൻ പാടില്ല, അദ്ദേഹത്തിന്റെ അഭിനയത്തെ വിമർശിക്കാനും പാടില്ല, പറഞ്ഞാൽ സ്പോട്ടിൽ അടിയുറപ്പാ. എന്റെ ഒരു കൂട്ടുകാരൻ മദ്രാസിൽ ഷേവ് ചെയ്യാൻ വേണ്ടി ബാർബർ ഷാപ്പിൽ ചെന്ന് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ MGR ചിത്രത്തെക്കുറിച്ച് വിമർശിച്ച് സംസാരിക്കുകയുണ്ടായി. കോപാകുലനായ ബാർബർ അയാൾക്കിട്ട് അടിയും കൊടുത്തു, പാതി ഷേവ് ചെയ്ത ആളെ ഇറക്കിയും വിട്ടു. ഇന്നും തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ MGR മരിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. MGRനും ജയലളിതയ്ക്കും വേണ്ടി എത്ര ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. നടന്മാരുടെ വലിയ കട്ടൗട്ടറുകളൊക്കെ വെച്ച് പാലഭിഷേകവും പടക്കം പൊട്ടിക്കലും ചെണ്ടമേളവും എല്ലാം കേരളത്തിലേക്ക് കടന്നു വന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. താരങ്ങൾ അവർക്ക് പ്രോത്സാഹനവും പണവും വാരിക്കോരി കൊടുക്കും. ഇനി നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കോപ്പിയടിക്കാനുള്ളത് ഏതെങ്കിലും ഒരു നടിക്ക് വേണ്ടി അമ്പലം പണിയുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം തികഞ്ഞു. ഇനി അതും സംഭവിച്ചു കൂടായികയില്ല. പഴയ കാലത്ത് ഇന്നത്തെ പോലെ സിനിമ കാണാൻ ടിക്കറ്റ് റിസർവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ. MGRന്റെ സിനിമ റിലീസ് വരുമ്പോൾ തലേ ദിവസം രാത്രി ഭക്ഷണ പൊതിയുമൊക്കെയായി തിയേറ്ററിൽ വന്ന് ക്യൂ നിൽക്കുമായിരുന്നു നൂറുകണക്കിന് ആളുകൾ. ഇത് സർവ്വസാധാരണമായിരുന്നു. MGRന്റെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുന്ന ലക്ഷക്കണക്കിന് വീടുകൾ ഇന്നും തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അവിടെ സിനിമയിൽ ആരാധന ബാഹുല്യമുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണ്. MGRന്റെയും ജയലളിതയുടെയും വിജയകാന്തിന്റെയും ഒക്കെ കടന്നുവരവ് അതിന് ഉദാഹരണങ്ങളാണ്. രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിളംബരം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. അതിന് കാരണമായി പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും ആരോഗ്യവും ഒക്കെ തന്നെയാണ്. ശിവാജി ഗണേശനും കമലഹാസനും ഒക്കെ സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് പരാജയം ഏറ്റുവാങ്ങിയവരാണ്. അവരോടുള്ള താരാരാധന അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഗുണം ചെയ്തില്ല.
ഉണ്ടായില്ല. മാത്രമല്ല അതൊന്നും വോട്ടായി പരിണമിച്ചതുമില്ല. അതുപോലെ തന്നെ താരങ്ങൾ എത്തുന്ന സ്ഥലത്ത് ജനസമുദ്രം ഉണ്ടായി എന്ന് വെച്ച് അതൊന്നും രാഷ്ട്രീയ പിന്തുണയാവുകയോ വോട്ടായി മാറുകയോ ചെയ്യില്ല. രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അവരുടെ സമീപനവും പെരുമാറ്റ രീതികളും എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതത്തിൽ ജീവിത വീക്ഷണത്തിൽ ധാർമ്മികതയുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. ഇവിടെ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത് വളരെ അനുയോജ്യമായ സമയത്താണ്. അത് പ്രായം കൊണ്ടായാലും ജനങ്ങളോടുള്ള സമീപനം കൊണ്ടായാലും. ഇപ്പോൾ വിജയ്ക്കുള്ള ആരാധകർ അത് രജനീകാന്തിനും മേലെയുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ രജനീകാന്തിന് ഗുണം ചെയ്യുന്നത് ജപ്പാൻ, ചൈന മുതലായ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ ഉള്ളത് കൊണ്ടാണ്. വിജയ്ക്ക് ന്യൂജൻ കുട്ടികളാണ് ആരാധകരായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ പലരും കളിയാക്കി പറയുന്നത് 18 വയസ്സിന് താഴെ വോട്ടവകാശം ഉണ്ടായിരുന്നെങ്കിൽ വിജയ് തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നതിൽ തർക്കമില്ല എന്നാണ്. ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണശേഷം തമിഴ്നാട് രാഷ്ട്രീയം പഴയതുപോലെ അതിശക്തമല്ല. എംജിആറിന്റെയും ജയലളിതയുടെയും കാലശേഷം അവരുടെ പാർട്ടിയായ അണ്ണാ DMK ചിന്നിച്ചിതറിയിരിക്കുകയാണ്. ഈ ഗ്യാപ്പിലുള്ള വിജയുടെ രംഗപ്രവേശം സമയോചിതമാണ്. സ്ക്രീനിൽ രക്ഷകനായി എത്തുന്ന വിജയിയെ തമിഴ് മക്കൾ തങ്ങളുടെ ജീവിതത്തിലും രക്ഷകനായി എത്തുമെന്നുള്ള വിശ്വാസം വിജയ് അവരിൽ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. വിജയിയുടെ പാർട്ടിയായ TVKയുടെ സംസ്ഥാന സമ്മേളനം മധുരയിൽ നടന്നപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. ഭരണകക്ഷിയായ DMK അപകടം മണത്തറിഞ്ഞു. AIADMK കൂട്ടുകക്ഷിയാകാമെന്ന് പറഞ്ഞു. എന്നാൽ ആരെയും കൂടെ കൂട്ടാതെ തമിഴ്നാട് ഭരണം ഒറ്റയ്ക്ക് പിടിക്കുക എന്നതാണ് വിജയുടെ ലക്ഷ്യം. കരൂർ സംഭവത്തോടെ വിജയ് വിടരും മുൻപേ കൊഴിഞ്ഞു പോകുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇലക്ഷൻ ഇനി 1 വർഷത്തോളം സമയമുള്ളതിനാൽ ജനങ്ങളുടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന മാനസികാവസ്ഥ മാറ്റിയെടുക്കുവാനും അവരെ ശാന്തരാക്കി തനിക്കൊപ്പം നിർത്താനും വിജയ് ശ്രമിക്കാതിരിക്കില്ല. അപകടത്തെക്കുറിച്ചും അവിടെ ഉണ്ടായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും ഇപ്പോൾ വാതോരാതെ പരസ്പരം വാദപ്രതിവാദങ്ങളും പഴിചാരലുകളും തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും അങ്ങനെയല്ലേ? പുര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാറുള്ളൂ. എന്നാൽ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നതാണ് പരമാർത്ഥം. ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ എത്തുമെന്ന് പറഞ്ഞ വിജയ് എത്തിയത് രാത്രി 7 മണിക്കാണ്. രാവിലെ മുതൽ തന്നെ വിജയിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തുനിന്ന ആ വലിയ ജനാവലിക്ക് ദാഹജലമെങ്കിലും എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കാമായിരുന്നില്ലേ? രാത്രിയായപ്പോൾ വെളിച്ചമൊരുക്കുന്നതിലും അവർ പരാജയപ്പെട്ടു. ആ ഭാഗത്ത് വൈദ്യുതി മനഃപൂർവ്വം മുടക്കിയതാണെന്ന് പഴിചാരുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ പരിഹാരമായി എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. ഒരു ജനറേറ്റർ പോലും അവിടെ കരുതിയില്ല എന്ന് പറയുമ്പോൾ ഇത് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. ഒരുപക്ഷെ അവരുടെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം. സംഭവം നടന്നയുടൻ വിജയ് ഒന്നും പ്രതികരിക്കാതെ അവരോടൊപ്പം നിൽക്കാതെ അവിടെ നിന്ന് മുങ്ങിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു. അയാൾ AC റൂമിൽ പോയി കിടന്ന് ഉറങ്ങുകയാണെന്നാണ് അവർ ഉന്നയിച്ച ആക്ഷേപം. അങ്ങനെ ഭാവി മുഖ്യമന്ത്രി മുങ്ങിയപ്പോൾ യഥാർത്ഥ മുഖ്യമന്ത്രി വെളുപ്പിനെ തന്നെ അവിടെ എത്തി. വിജയ് അവിടെ നിന്ന് മുങ്ങാനെടുത്ത തീരുമാനം ഒരു വിധത്തിലും അംഗീകരിക്കാവുന്നതോ ന്യായീകരിക്കാവുന്നതോ അല്ല. പൊടിക്കുഞ്ഞുങ്ങളടക്കം 40 പേരാണ് അവിടെ മരിച്ചു കിടന്നത്. ഈ ദുരന്തത്തിൽ നിന്നും വിജയ്ക്ക് ഒഴിഞ്ഞു നിൽക്കാനാകുമോ? വിജയ് പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപ അവരുടെ ജീവന്റെ വിലയാകുമോ? ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഇവരുടെ നിലവിളിയിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാൻ തയ്യാറാകാത്തയാൾ എങ്ങനെയാണ് അവരുടെ ഭരണാധികാരിയായി നിലകൊള്ളുന്നത്? ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയ യോഗ്യത ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ദുഃഖത്തിലും വീഴ്ചയിലും താങ്ങായും തണലായും നിന്ന് ആശ്വാസം പകരുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമോ, തമിഴ്നാടിന്റെ ഭരണചക്രം തിരിക്കുമോ എന്നുള്ളതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. ഇവിടെ പൊലിഞ്ഞുപോയ 40 ജീവനുകൾ, ജീവിതങ്ങൾ, അതിൽ പൊടിക്കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, വിവാഹമുറപ്പിച്ചവർ, മധുവിധു ആഘോഷിക്കുന്നവർ മുതലായവരുടെയൊക്കെ സ്വപ്നങ്ങളാണ് ഇവിടെ പൊലിഞ്ഞുപോയത്. ആ തീരാ ദുഃഖത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും അവരുടെ കുടുംബങ്ങൾക്ക് കരകയറാൻ സാധിക്കട്ടെ. അവരുടെ തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം അവരുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.